നമുക്കിന്ന് ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനെ പറ്റി പഠിക്കാം. ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1966 ഫോം ചെയ്തിരിക്കുന്നത്. അത് 3 പബ്ലിക് സെക്ടർ കമ്പനികൾ merge ചെയ്തിട്ടാണ് ഫോം ചെയ്തത്. ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യ ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യ ടൂറിസം ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. ഈ 3 ഓർഗനൈസേഷൻസ് ആണ്. അതെല്ലാം ഫോം ചെയ്ത 1964 തന്നെയാണ്. ഇന്ത്യ ടൂറിസം ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ടൂറിസ്റ്റിന് വേണ്ടിയുള്ള അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ടൂറിസം സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും, ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹോട്ടൽസ് ഡെവലപ്പ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. അപ്പൊ ഈ 3 ഓർഗനൈസേഷൻ merge ചെയ്തിട്ട് ITDC ഉണ്ടായി October 1, 1966. പ്രോപ്പർ കോർഡിനേഷന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. October 1, 1966 അപ്പോഴാണ് ITDC ഫോം ചെയ്തത്. October 1, 1966. ഞാനിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയിൽ എളുപ്പം സൂക്ഷിച്ചു വെക്കാനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ അതിന് കൊടുക്കണം. ബേസിക് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ITDCയുടെ വരുന്ന കൺസ്ട്രക്ഷനും മാനേജ്മെന്റും ആണ്. ഹോട്ടലും കേറ്ററിംഗ് യൂണിറ്റ്സിന്റെ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ. പിന്നെ ടൂറിസ്റ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഫെസിലിറ്റീസ് കൊടുക്കുക. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഉണ്ടാവത്തില്ല ഈ ഷോപ്സുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ കറന്റ് ഒരു 14 ഡ്യൂട്ടി ഫ്രീ ഷോപ്സും ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എയർപോർട്ടിലും, ഈ 14 ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് സീ പോർട്സിലാണ് ITDC മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്കി ആ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഒരു എയർപോർട്ടിലാണ്. അങ്ങനെ ടോട്ടൽ 15 ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ITDC ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ്, കൺവെൻഷൻ ആൻഡ് കോൺഫറൻസ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. പബ്ലിസിറ്റി മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് ടൂറിസ്റ്റ്. ITDCക്ക് ഇപ്പം 4 അശോക് ഗ്രൂപ്പ് ഹോട്ടൽസ് ആണ് ഉള്ളത്. അതില് ദ അശോക് വിച്ച് ഈസ് ബേസ്ഡ് ഇൻ ന്യൂ ഡൽഹി, അതാണ് ITDCയുടെ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ നമുക്ക് പറയാം. ഈ 4 അശോക് ഗ്രൂപ്പ് ഹോട്ടൽസിൽ 3 ഓപ്പറേഷനിലാണ്. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ 4 ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ വേറെ പ്രൈവറ്റ് കമ്പനീസായിട്ട് പാർട്ട്ണർഷിപ്പിൽ ചെയ്ത് നടത്തുന്ന 4 ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഹോട്ടൽ യൂണിറ്റ് ഓപ്പറേഷനിലാണ്. 4 കേറ്ററിംഗ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, 3 ട്രാൻസ്പോർട്ട് യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നത്തില്ല. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ബന്ധപ്പെട്ടതുമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് പഠിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഈ സിലബസിൽ എന്തായാലും കവേർഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഞാൻ അങ്ങനെയായിരിക്കും ഓരോ ക്ലാസ്സിലും ടോപ്പിക്സ് കവർ ചെയ്ത് പോകും. ഒബ്രോയ് ഗ്രൂപ്പ് ഫൗണ്ടഡ് in 1934. ഒബ്രോയ് ഗ്രൂപ്പ് founded in 1934. ഒബ്രോയ് ഗ്രൂപ്പ് founded in 1934. ITC Hotel Group founded in 1975. ITC Hotel Group founded in 1975. ITC Hotel Group founded in 1975. The Lalit founded in 1988. The Lalit founded in 1988. The Lalit founded in 1988. അപ്പോൾ ഈ ഹോട്ടൽ ഗ്രൂപ്പ്സ് ഒക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഹോട്ടൽ ഗ്രൂപ്പ്സ് തന്നെയാണ്. ഇന്ത്യൻ ഒറിജിനുള്ള ഹോട്ടൽ ഗ്രൂപ്പ്സ് തന്നെയാണ്. ഇതൊക്കെയാണ് ഡേറ്റ്സ്. ഒബ്രോയുടെ ഓണർ അല്ലെങ്കിൽ ഫൗണ്ടർ മിസ്റ്റർ റായ് ബഹദൂർ മോഹൻ സിംഗ് ഒബ്രോയ് ആണ്. അദ്ദേഹം ഫസ്റ്റ് ഹോട്ടൽ ഓപ്പൺ ചെയ്ത് ഷിംലയിലാണ്, ദ സെസിൽ എന്ന് പറഞ്ഞ. പക്ഷെ അതിനേക്കാളും ഏറ്റവും പേര് കേട്ട ഒരു ഹോട്ടല്, അല്ലെങ്കിൽ ഒരു വളരെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് എന്ന് കരുതാൻ പറ്റുന്ന ഒരു ഹോട്ടല് ദ ഒബ്രോയ് ഇന്റർ കോണ്ടിനെന്റൽ ആണ് ഇൻ ന്യൂഡൽഹി in 1965. The Oberoi Intercontinental in New Delhi
in 1960. The Lalitinte founder chairman Mr. Lalit Suri. The Lalit group in Mr. Lalit Suri. Tourism organizations and evolutions നമുക്ക് നോക്കാം. 1948 തന്നെ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യൻ ഗവൺമെന്റ് ടൂറിസം കൂട്ടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ട്രാഫിക് കമ്മിറ്റി ഫോം ചെയ്തു. എങ്ങനെയാണ് നമുക്കിവിടെ ടൂറിസം കൂട്ടുന്നതെന്ന് ആലോചിക്കാം. അതിനെ വേണ്ടി ഒരു ടൂറിസ്റ്റ് ട്രാഫിക് കമ്മിറ്റി 1948 ഫോം ചെയ്തു. 1949 ടൂറിസ്റ്റ് ട്രാഫിക്കിന്റെ 2 ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തു. ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് മുംബൈയിലും. അതായിരുന്നു റീജിയണൽ ഓഫീസസ്. 1949 ഈ റീജിയണൽ ഓഫീസസ് ടൂറിസ്റ്റ് ട്രാഫിക് കമ്മിറ്റിയുടെ ഓപ്പൺ ചെയ്തു, ഡൽഹി ആൻഡ് മുംബൈ. 1951 റീജിയണൽ ഓഫീസസ് കൊൽക്കത്തയിലും ചെന്നൈയിലും ഓപ്പൺ ചെയ്തു ടൂറിസ്റ്റ് ട്രാഫിക് കമ്മിറ്റിയുടെ. 1958 ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം അണ്ടർ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ചെയ്തു. In 1958, Department of Tourism was created under Ministry of Transport and Communication. 1958 Department of Tourism. 1958 Department of Tourism. ഇനി നമുക്ക് വേറെ കുറച്ച് ഓർഗനൈസേഷൻസ് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം നമ്മൾ കവർ ചെയ്തു, ITDC കവർ ചെയ്തു. ഇനി TFCI, ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് ഫോം ചെയ്തിരിക്കുന്നത് 1989. ഇതിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പിന് വേണ്ടിയുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ്. വീറ്റ് ഹോട്ടൽ ബിൽഡ് ചെയ്യുന്നതിനായിരിക്കട്ടെ, വീറ്റ് റെസ്റ്റോറൻറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നതിനായിരിക്കട്ടെ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പോകാനുള്ള റോഡ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നതിനാവട്ടെ, അതിനൊക്കെയുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ്, കാശ് അത് കൊടുക്കുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു TFCI, ടൂറിസം ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഉള്ളത്. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1989. TFCI 1989. പിന്നെ ഈ റൂറൽ ടൂറിസം പ്രോജക്ട്സിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അത് 2002 ബേസിക്കലി വില്ലേജസിൽ എങ്ങനെ ടൂറിസം കൂട്ടാം, അവിടുത്തെ ഹെറിറ്റേജ്, അവിടുത്തെ കൾച്ചർ, അതൊക്കെ പ്രൊമോട്ട് ചെയ്ത് എങ്ങനെ വില്ലേജുകളിൽ ടൂറിസം കൂട്ടാം, എങ്ങനെ അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യാം, ഇതൊക്കെ എയിം ചെയ്തിട്ട് റൂറൽ ടൂറിസം പ്രോജക്ട്സ് അനൗൺസ് ചെയ്ത് 2002. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഗ്ഷിപ്പ് ഹോട്ടൽ ITDCയുടെ അശോക് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അപ്പം ITDCയുടെ ഇവിടെ കൊണ്ട് കഴിഞ്ഞു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. Thank you, and don't forget to subscribe to my channel, and if you have liked this video, please give a thumbs up.